സ്വപ്നം കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒത്തിരി 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 സ്വപ്നമാണ്. എത്ര വേണേൽ നമുക്ക് കാണാം. കാര്യം ടാക്സ് കൊടുക്കണ്ട, GST ഇല്ല, ഇല്ല, ഒരു പ്രശ്നം. എന്ത് വേണേ കാണാം. ഇതിനകത്ത് ഗിരീഷ് കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ വല്ലാത്ത സ്വപ്നങ്ങളാണ്. അനുരാഗ വേണുവിൽ പോയിട്ട് ഇതേ ഇരിക്കുന്ന സാധനം. വേണു വേറെ സ്വരം ഉണ്ടോയെന്ന്, 7 സ്വരം ഉണ്ട് എന്നറിയാം. പക്ഷേ വേറെ എന്തെങ്കിലും സ്വരം ഉണ്ടോയെന്ന് സ്വപ്നം കാണുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ മരുഭൂമിയിൽ പോയിട്ട് ഒരിക്കലും പിന്നെ മഴ പെയ്യാത്ത മരുഭൂമി പോയിട്ട് മഴയായിട്ട് മാറാമെന്ന്, ജീവിതം അങ്ങനെ ആക്കാമെന്ന്. അങ്ങനെ വല്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ഒരാളാണ് പിന്നെ ഗിരീഷ്. ഇതിൻ്റെ എനിക്ക് ചലനത്തിലാ സ്വരങ്ങൾ വന്ന കാരണം അതിനകത്തും വലിയൊരു കാര്യമുണ്ട്. ഒരു വാക്ക് പോയാൽ, ഒരു നോക്ക് പോയാൽ കൊഴിയാതെ കൊഴിയും ഈ ജീവിതം. സ്വപ്നം കാണാൻ നമുക്ക് സ്വപ്നത്തിലേക്ക് തീർന്നില്ലേ. വയലാറിൻ്റെ ഏറ്റവും അവസാനത്തെ പാട്ട് സ്വപ്നത്തിനോട് യാത്ര പറയുകയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഈ മനോഹര തീരത്ത് തരുമ്പോൾ ഇനിയൊരു ജന്മം കൂടി. അതിനകത്ത് സ്വപ്നങ്ങളുണ്ടോ? വേറെ എങ്ങും സ്വപ്നമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മാക്സിമം സ്വപ്നം കാണാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി. വേറെ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന്റെ ഒരു 4 വരി പാടോ? ഇത്രയും വലിയ ആൾക്കാരുടെ ശരത്തിന്റെ അതൊരു വികാരം കാണും. അതെ അതെ, പ്ലീസ് പ്ലീസ്. അല്ല, അതല്ല, മറ്റേ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അല്ലേ? അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു. നിങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കൂലേ, അമ്മയായിട്ട് നമ്മൾ അഭിനയിക്കൂലേ. അത് അമ്മയുടെ സ്വപ്നം. അമ്മയാകാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ സ്വപ്നം അത്. അമ്മയുടെ യൗവന സ്വപ്നങ്ങളിൽ നമ്മൾ ബ്രഹ്മാനന്ദമായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം എന്നുള്ളത് അച്ഛന് പോലും അറിയാൻ പറ്റില്ല. അത്ര വലിയ ആനന്ദമാണ്. അത് അമ്മയുടെ സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ ഇഷ്ടം പോലെ ഒരു മതിൽക്കെട്ടും ഇല്ലാണ്ട് സ്വപ്നം കാണുക. അങ്ങനെ വരുമ്പോൾ ചിരിയൊക്കെ വരും മുഖത്ത്. അപ്പോൾ അത് കാണുമ്പം ഈ പറഞ്ഞ പോലെ നന്നായി വെളുത്തവാവ് പോലെ പേരിന് അർത്ഥം കിട്ടുന്ന രീതിയിൽ തന്നെ ചിരിച്ച് പാടുക. അങ്ങനെയുള്ള പാട്ട് വരുമ്പോൾ മക്കൾക്ക് അറിയാം ഈ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട് അറിയാമോ? വൈ മക്കൾ ഇതൊക്കെ അറിയണ്ടേടാ? കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല, പാടാനൊന്നും അറിയില്ല. വൈ ടെൽ മീ ദ റീസൺ. നമ്മളൊരു നല്ലത് കേട്ട ഉടനെ പഠിക്കണ്ടേ? പാടിത്തരോ? അത് എടി എന്തോന്നടിക്ക് അസ്ഥാനത്ത്. ഷിനു നമ്പ്യാരെ, നിന്റെ കൈകൾ ഫ്രീ ആണെങ്കിൽ ഒരു ഞെക്കിയൊക്കെ ഞാൻ നോക്കട്ടെ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ ശില്പികൾ തീർത്ത ഇല്ലാതെ ചിത്രം എഴുതുന്നു നിങ്ങൾ. ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. 700 വർണ്ണങ്ങളാൽ എത്ര വാർമഴവില്ലുകൾ തീർത്തു, കണ്ണുനീർ ചാലിച്ചെഴുതുന്നു, മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ. ഇതാണ് പാട്ടിന്റെ കിങ്കോങ്ങിന് കിട്ടില്ലേ, പഴയ കിങ്കോങ്. ഇത് പാട്ടിന്റെ കിങ്കോങ്, ഇത് പാട്ടിന്റെ കിങ്കോങ് കീറി ഉണങ്ങിയത്. അല്ല, നിങ്ങൾ 2 ശരത്തുമാർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാ? പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണപ്പാട്ട് ഞങ്ങൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരത്ത് എന്റെ തോളിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര ഭീകര അഭിനയമായിരുന്നു. നല്ല രസമായിരുന്നു. അഫ്സലും ഞാനും ശരത്തും ചേർന്ന്. ഓക്കെ. അല്ല ശരത്ത്, ഇതിന്റെ
ആ ഇന്ദ്രനീലം കൊണ്ട് മനസ്സ് തീർത്തു. അതൊക്കെ നിങ്ങൾ അത് ഞാനിത് പാടിയോണ്ട് എനിക്ക് അത് ഒരു വികാരം. എടാ ഷിനു ഒന്നിയക്കടാ അതും കൂടെ പാടിയൊക്കെ എന്തൊക്കെ ഇത്രയായി. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ ചന്ദ്രിക പൊൻതാഴിക കുടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ. താങ്ക് യു. അതൊരു പാടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത, അതാ ഞാൻ അങ്ങ് പാടിപ്പോയത്. ശരത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ശരത്തെ ക്ഷമിക്കണം, വാക്കിനെ ഭേദിച്ചോട് ഞാൻ പാടി.